ഇനി അടുത്ത നമുക്ക് ലോഗിൻ നമുക്ക് പെർസിസ്റ്റ് ചെയ്യണം. സോ പെർസിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. ആംഗുലറിനകത്ത് നമുക്ക് ഒബ്സർവബിൾസും അതുപോലെ തന്നെ നമുക്ക് സിഗ്നൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ RxJS എന്ന് പറയുന്നത് റിയാക്റ്റീവ് എക്സ്റ്റൻഷൻസ് ഫോർ ജാവാ സ്ക്രിപ്റ്റ്. ഇത് ആക്ച്വലി ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് നമ്മൾ ആംഗുലറിനകത്ത് വരുന്നത്. ഈ ഒബ്സർവബിൾസ് എന്ന് പറയുന്നത് RxJSന്റെ ഒരു പാർട്ടായിട്ട് വരും. സോ നമ്മൾ ഒബ്സർവബിൾസ് നമ്മളിവിടെ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ലേസി എക്സിക്യൂഷൻസ് ആണ്. ഒബ്സർവബിൾസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഈ ഒബ്സർവബിൾസ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഞാനിവിടെ ഒരു API ഒരു API ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് നമ്മളിവിടെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മളിവിടെ യൂസ് ചെയ്യും. ഇത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒബ്സർവബിൾസ് ആക്ച്വലി എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഇതിൻ്റെ ഒബ്സർവബിൾസ് മെയിനായിട്ട് നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ HTTP റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ അസിൻക്രോണസ് ഒക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒബ്സർവബിൾസ് യൂസ് ചെയ്യുന്നത്. സോ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലേസി എക്സിക്യൂഷൻ ആണ് ഒന്ന്. രണ്ടാമത്തത് മൾട്ടിപ്പിൾ വാല്യൂസ് ആണ്. അതായത് ഒബ്സർവബിൾസിന് നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് അറ്റ് എ ടൈമിൽ എമിറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്ട്രീം ഓഫ് ഇവൻറ്റ്സ്, HTTP റെസ്പോൺസസ്, അങ്ങനെയൊക്കെ ഒബ്സർവബിൾസിനകത്ത് വരും. പിന്നെ ഓപ്പറേറ്റേഴ്സ് വരും. ഇതിനകത്ത് RxJSനകത്ത് റിച്ച് സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതായത് മാപ്പ് ഉണ്ട്, ഫിൽട്ടർ, മെർജ്, എക്സെട്ര. ഇത് ആക്ച്വലി നമുക്ക് ഒബ്സർവബിൾ സ്ട്രീംസിനെ ട്രാൻസ്ഫോം ചെയ്യാനും കമ്പൈൻ ചെയ്യാൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഓപ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് കംപ്ലീറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സിഗ്നൽ ഒബ്സർവബിൾ ആ എമിറ്റ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫീച്ചർ നമ്മൾ കൊണ്ടുവന്നത്, കംപ്ലീഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് എറർ ഹാൻഡ്ലിംഗ് ആണ്. ഒബ്സർവബിൾസ് ക്യാൻ ഓൾസോ എമിറ്റ് എറേഴ്സ് വിച്ച് ക്യാൻ ബി ഹാൻഡിൽ യൂസിങ് സ്പെസിഫിക് ഓപ്പറേറ്റേഴ്സ് ഓർ കോൾ ബാക്സ്. ഓക്കെ, ഒബ്സർവബിൾസിനകത്ത് ഈ എറേഴ്സ് എമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതിനുള്ള സ്പെസിഫിക് ഓപ്പറേറ്റേഴ്സും അതുപോലെ കോൾ ബാക്സും നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഒബ്സർവബിൾസ് ആർ ഐഡിയൽ ഫോർ ഹാൻഡ്ലിംഗ് അസിൻക്രോണസ് ഡേറ്റ സ്ട്രീംസ് സച്ച് ആസ് യൂസർ ഇൻപുട്ട് ഈവൻറ്റ്സ്, വെബ് സോക്കറ്റ് മെസ്സേജസ്, അതുപോലെ തന്നെ HTTP റിക്വസ്റ്റ്. സോ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളാണ് നമ്മൾ ഒബ്സർവബിൾസിനെ വെച്ച് നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒബ്സർവബിൾ ഡോട്ട് സബ്സ്ക്രൈബ്. ഓക്കെ, ഈ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് നമുക്ക് എന്താ ചെയ്യുന്ന, ഈ സബ്സ്ക്രൈബ് സംഭവം വിളിച്ചാൽ മാത്രമേ ഈ ഒബ്സർവബിൾ എമിറ്റ് ചെയ്യത്തുള്ളൂ, ഇല്ലെങ്കിൽ ചെയ്യത്തില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് സബ്സ്ക്രൈബ് മാത്രമല്ല അൺസബ്സ്ക്രൈബും കൂടെ ഒരു സാധനമുണ്ട്. അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ ഒബ്സർവബിൾ അങ്ങ് അൺസബ്സ്ക്രൈബ് ചെയ്യും. അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെമ്മറി ലീക്കേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് വരുന്നതാണ് സിഗ്നൽസ്. സിഗ്നൽസ് ആക്ച്വലി ഒരു പുതിയൊരു കോൺസെപ്റ്റാണ് ആംഗുലറിൽ. ആംഗുലർ 16 അതിൻ്റെ ന്യൂവർ വെർഷനിലാണ് സിഗ്നൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ആക്ച്വലി എന്ന് പറയുന്നത് റിയാക്റ്റീവ് സ്റ്റേറ്റ് മാനേജ്മെന്റിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു വാല്യൂ ചേഞ്ച് ആയി കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഈ സിഗ്നലിനെ പിടിച്ചങ്ങ് സിഗ്നൽ വെച്ച് നമ്മൾ ആ വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ റിയാക്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ ഒരു സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ സിഗ്നൽസിൻ്റെ സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്നൽസിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് അപ്ഡേറ്റ്സ് ആണ്. സിഗ്നൽസ് ഓട്ടോമാറ്റിക്കലി നോട്ടിഫൈ കൺസ്യൂമേഴ്സ് വെൻ ദർ വാല്യൂ ചേഞ്ചസ്. സോ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സിഗ്നൽസ് ഓട്ടോമാറ്റിക്കലി അതങ്ങ് അപ്ഡേറ്റ് ആയി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സിനെ അങ്ങ് അപ്ഡേറ്റ് ചെയ്ത് വരുന്നു. പിന്നെ ഗ്രാനുലർ അപ്ഡേറ്റ്സ് ഉണ്ട്. സിംപ്ലിസിറ്റി ആണ്. സിഗ്നൽസ് ആർ ഡിസൈൻ ടു ബി സിംപ്ലർ ആൻഡ് മോർ ലൈറ്റ് വെയ്റ്റ് കമ്പയർഡ് ടു ഒബ്സർവബിൾസ്. ഒബ്സർവബിൾസിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സിഗ്നൽസിനകത്ത് സബ്സ്ക്രിപ്ഷനോ അൺസബ്സ്ക്രൈബ് എന്ന് പറയുന്ന സാധനം ഇല്ല, അതിനെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ വാല്യൂ ചേഞ്ച് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതവിടെ അപ്ഡേറ്റ് ആവും. പിന്നെ നോ സ്ട്രീംസ്. അൺലൈക്ക് ഒബ്സർവർ, സിഗ്നൽസ് ആർ നോട്ട് ഡിസൈൻ ടു ഹാൻഡിൽ സ്ട്രീംസ് ഓഫ് ഡേറ്റ ബട്ട് റാദർ സിംഗിൾ വാല്യൂസ് ദാറ്റ് ചേഞ്ച് ഓവർ ടൈം. അങ്ങനെ ഹാൻഡിൽ സ്ട്രീംസ് ഒന്നും സിഗ്നൽസിന് അതിൽ പറ്റത്തില്ല. പക്ഷേ സിംഗിൾ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിന് മാത്രമുള്ള സംഭവമാണ് ഇതിനകത്ത് സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസ് കേസ് പറഞ്ഞിട്ടുണ്ട്. സിഗ്നൽസ് ആർ ഐഡിയൽ ഫോർ മാനേജിങ് സ്റ്റേറ്റ് ഇൻ ആപ്ലിക്കേഷൻസ് എസ്പെഷ്യലി ഇൻ ഫ്രെയിംവർക്സ് ലൈക്ക് ആംഗുലർ വെർ ദേ ക്യാൻ റീപ്ലേസ് മോർ കോംപ്ലക്സ് സ്റ്റേറ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻസ്. ഓക്കെ, കോംപ്ലക്സ് സ്റ്റേറ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള സാധനമാണ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൗണ്ട് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ സിഗ്നൽ എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. അവിടെ നമ്മൾ 0
ആണ് ഇതിൻ്റെ ഇനിഷ്യൽ വാല്യൂ. പിന്നെ ഡബിൾ കൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ കാൽക്കുലേഷൻ ആണ്. പിന്നെ കൗണ്ട് ഡോട്ട് സെറ്റ് 1, ഈ കൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സിഗ്നൽ ആണ്. അതിനെ സെറ്റ് 1, സെറ്റ് ബ്രാക്കറ്റിനകത്ത് നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് അപ്ഡേറ്റ് ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കണം. പിന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ പോലെ തന്നെയാണ് ഈ ഒബ്സർവബിൾസും പ്രോമിസസും. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ പ്രോമിസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതേ സെയിം സാധനം നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ഒബ്സർവബിൾസും അതുപോലെ പ്രോമിസും. നമ്പർ ഓഫ് വാല്യൂസ്, നമ്പർ ഓഫ് വാല്യൂസിൽ ഒബ്സർവബിളിൻ്റെ കേസിലാണെങ്കിൽ ക്യാൻ എമിറ്റ് മൾട്ടിപ്പിൾ വാല്യൂസ് ഓവർ ടൈം. പ്രോമിസിൻ്റെ കേസിലാണെങ്കിൽ റിസോൾവ്സ് ഓർ റിജക്ട്സ് വൺസ്. ഓക്കെ, അറ്റ് എ ടൈമിൽ ഒറ്റ ഒരു വാല്യൂ മാത്രമേ പ്രോമിസിൽ സെറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പം മൾട്ടിപ്പിൾ പ്രോമിസ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു പ്രോമിസിൽ റിസോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത കോഡ് എക്സിക്യൂട്ട് ചെയ്തോളൂ. പിന്നെ വരുന്ന ലേസി എക്സിക്യൂഷൻ ആണ്. എക്സിക്യൂട്ട്സ് ഓൺലി വെൻ സബ്സ്ക്രൈബ് ടു എക്സിക്യൂട്ട്സ് ഇമ്മീഡിയറ്റ്ലി. പ്രോമിസിലാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യും. മറ്റെന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ ഒബ്സർവബിളിൻ്റെ കേസിൽ. ക്യാൻസലേഷനിലാണെങ്കിൽ നമുക്ക് ഒബ്സർവബിളിൽ അൺസബ്സ്ക്രൈബ് എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷേ പ്രോമിസിൻ്റെ കേസിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വരുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. നമുക്ക് ഇഷ്ടം പോലെ സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഒബ്സർവബിളിനകത്ത്. നേരത്തെ കണ്ട പോലെ മാപ്പ്, ഫിൽട്ടർ, അങ്ങനത്തെ കുറേ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രോമിസിൻ്റെ കേസിൽ ബിൽഡ് ഇൻ ഓപ്പറേറ്റേഴ്സ് നമുക്കില്ല. പിന്നെ കംപ്ലീഷൻ ക്യാൻ സിഗ്നൽ കംപ്ലീഷൻ എക്സ്പ്ലിസിറ്റ്ലി റിസോൾവ്സ് ഓർ റിജക്ട്സ് വൺസ്. പ്രോമിസിൻ്റെ കേസിലാണെങ്കിൽ വൺസ് മാത്രമേ റിസോൾവ് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യത്തുള്ളൂ. യൂസ് കേസിനകത്ത് സ്ട്രീംസ് ഓഫ് ഡേറ്റ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഡേറ്റ നമുക്ക് ഇതിനകത്ത് സ്ട്രീം ചെയ്യാൻ പറ്റും. പക്ഷെ പ്രോമിസിൻ്റെ കേസിൽ നമുക്ക് സിംഗിൾ അസിങ്ക് ഓപ്പറേഷൻ ആണ്. അതായത് അസിങ്ക് അവൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് മാത്രമേ പ്രോമിസിനകത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. മൾട്ടിപ്പിൾ സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വരുന്നത് ഒബ്സർവബിൾ വേഴ്സസ് സിഗ്നൽ ആണ്. ഒബ്സർവബിൾ സിഗ്നലിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒബ്സർവബിളിൽ സ്ട്രീംസ് ഓഫ് ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മറ്റെന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് സ്റ്റേറ്റ് ആണ് സിഗ്നലിൻ്റെ കേസിൽ. മൾട്ടിപ്പിൾ വാല്യൂസ് ആണെങ്കിൽ പറ്റും. ഒബ്സർവബിളിനകത്ത് യെസ് ക്യാൻ എമിറ്റ് മൾട്ടിപ്പിൾ വാല്യൂസ്. സിഗ്നലിൻ്റെ കേസിലാണെങ്കിൽ ഒറ്റ വാല്യൂ മാത്രമേ ഹോൾഡ് ചെയ്യത്തുള്ളൂ. റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് റിക്വസ്റ്റ് സബ്സ്ക്രിപ്ഷൻ. മറ്റേ സിഗ്നലിലാണെങ്കിൽ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നോട്ടിഫൈ ചെയ്യത്തുള്ളൂ. കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് മോർ കോംപ്ലക്സ് ആണ്. റിക്വസ്റ്റ് rxjs ആണ് ഒബ്സർവബിളിന് വേണ്ടത്. മറ്റേ സിഗ്നലിൻ്റെ കേസിലാണെങ്കിൽ സിംപ്ലർ ആൻഡ് ലൈറ്റ് വെയിറ്റ്. യൂസ് കേസ് എന്ന് പറയുന്നത് ഒബ്സർവബിളിനകത്ത് അസിൻക്രോണസ് ആണ് വരുന്നത്. മറ്റേതെന്ന് പറയുന്നത് സിഗ്നലിൻ്റെ കേസിൽ സ്റ്റേറ്റ് മാനേജ്മെന്റ് ഇൻ ഫ്രെയിംവർക്ക്സ്. ഓക്കെ, ഇതിൻ്റെ സമ്മറി നോക്കുകയാണെങ്കിൽ ഒബ്സർവബിൾസ് എന്ന് പറയുന്നത് ഹാൻഡ്ലിംഗ് അസിൻക്രോണസ് ഡേറ്റ വളരെ പവർഫുൾ ആണ്. ഡേറ്റ സ്ട്രീംസ്, അസിൻക്രോണസ് ഡേറ്റ സ്ട്രീംസ് ഹാൻഡിൽ ചെയ്യാൻ വളരെ പവർഫുൾ ആണ് ഒബ്സർവബിൾസിൻ്റെ കേസിൽ. സിഗ്നൽസിൻ്റെ കേസിലാണെങ്കിൽ റിയാക്റ്റീവ് സ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ സിംപ്ലർ ആയിരിക്കും, പിന്നെ വളരെ ഈസി ആയിരിക്കും. പ്രോമിസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ഫോർ സിംഗിൾ അസിൻക്രോണസ് ഓപ്പറേഷൻസ് ആൻഡ് റിസോൾവ് ഓൺലി വൺസ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഒബ്സർവബിൾസും അതുപോലെ സിഗ്നലും നമ്മൾ ഈ കോഡിനകത്ത് ആംഗുലർ സൊല്യൂഷനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാം.